ഹലോ ഫ്രണ്ട്സ്, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമേ തന്നെ ഒരു 150 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുക്കുക. അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കുക. അതിലോട്ട് ഒരു 50 ml മെൽറ്റഡ് ബട്ടർ, മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്ത ബട്ടർ അതിലോട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. അത് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 7 ഇഞ്ചിൻ്റെ റിങ്ങാണ്. എന്നിട്ട് അതൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ച് അതിൻ്റെ ബോട്ടം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൻ്റെ ഈ മിക്സ്ചർ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. ഒരു വിടവ് പോലും ഇല്ലാതെ നല്ലോണം ഒന്ന് ടൈറ്റായി ഒന്ന് പരത്തി കൊടുക്കുക. ഒരു ഗ്ലാസിൻ്റെ ബോട്ടം വേണമെങ്കിൽ യൂസ് ചെയ്യാം, നല്ല ലെവലായി കിട്ടാൻ. എൻ്റെ സ്പൂൺ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നല്ല പരന്ന ഒരു സ്പൂണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് മാത്രമാണ് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുന്നത്. ഒരു വിടവ് പോലും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതാണ് ചീസ് കേക്കിൻ്റെ ബോട്ടമായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 8 ഗ്രാം ജലാറ്റിൻ എടുക്കുക. അതിൻ്റെ 4 ടൈംസ് വാട്ടർ, ഒരു 32 ml തണുത്ത വെള്ളം അതെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കണം. ഒരു 5 മിനിറ്റ്സ് ഒന്ന് ബ്ലൂം ചെയ്യാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഒരു ബൗളിൽ ഒരു 300 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ട് ഒരു സ്പാറ്റിലയോ ഒരു സ്പൂണോ വിസ്കോ എന്ത് വെച്ച് വേണേലും നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കുഞ്ഞ് സ്പാറ്റിലയാണ്. സിലിക്കോണിൻ്റെ സ്പാറ്റില ഏതാനും എനിക്കത് ഉടച്ചു കൊടുക്കാൻ ഇത്തിരി എളുപ്പമായിരിക്കും. അങ്ങനെ അതൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലോട്ട് ഒരു 100 ml യോഗട്ട്, ഫ്ലേവർ ഒന്നുമില്ലാത്ത ഒരു കട്ട തൈര് എടുത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടിയാൽ മതി. നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ജലാറ്റിൻ മൈക്രോവേവ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്താൽ മതി. എന്നിട്ട് അതും ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. സ്പാറ്റുല വേണമെങ്കിൽ സ്പാറ്റുല യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുന്നതാണ്. 70 ഗ്രാം ഐസിങ് ഷുഗർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ UK വിപ്പിംഗ് ക്രീമിന് സാധാരണ ഒരു മധുരവും ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഐസിങ് ഷുഗർ ഞാൻ മധുരത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഷുഗറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് കേരളത്തിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഒരൊറ്റ ബൗളിലാണ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. കാരണം ആ ഒരൊറ്റ പാത്രം നമുക്ക് കഴിക്കാൻ മതിയല്ലോ. ഇതിലോട്ട് ഒരു 200 ml വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്യുക. കൂടുതലിട്ട് ഇളക്കരുത്, കാരണം അതിലെ ഫാറ്റും എല്ലാം കൂടി സ്പ്ലിറ്റായി പോകും. ഒന്ന് ജസ്റ്റ് കമ്പൈൻ ചെയ്താൽ മതി. എന്നിട്ട് ഈ മിക്സ്ചർ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ബേസിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് അത് ഫുള്ളൊന്ന് പരത്തി കൊടുക്കുക. അത് ആ ഒരു റിങ് ഫില്ല് ചെയ്യേണ്ട, കുറച്ചൊരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇടണം. കാരണം നമ്മൾ നടുക്ക് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇടണം. ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ ഒരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ട്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ഒരു ഹാർട്ടിൻ്റെ റിങ്ങാണ്. അതിലോട്ട് ഈ ക്ലിംഗ് റാപ്പ് നല്ലോണം ടൈറ്റായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എല്ലാ ഭാഗവും ഉള്ളിലോട്ട് എടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം ഈ ഒരു ഹാർട്ടിൻ്റെ റിങ്. എന്നിട്ട് ഇതാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മളുടെ ചീസ് കേക്കിൻ്റെ നടുക്കിലോട്ട് ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നടുക്കിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. പതിയെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ബാക്കി വന്ന ചീസ് കേക്ക് മിക്സ്ചർ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ കെയർഫുള്ളി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വന്നില്ല, അതിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാലറ്റ് നൈഫ് എടുത്തിട്ട് ഈ എക്സസ് വന്നേക്കുന്നതെല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് നീറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ്ചർ എടുത്ത് റെഫ്രിജറേറ്റ് ചെയ്യണം 4 hours. ഒരു 10 ഗ്രാം ജലാറ്റിൻ അളന്നെടുക്കുക. അതിലോട്ട് അതിൻ്റെ 4 ടൈംസ് വാട്ടർ, 40 ml തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് അതൊന്ന് ബ്ലൂം ചെയ്യാൻ മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ്സ് മാറ്റി വെക്കുക.
100 ml ചൂട് വെള്ളം എടുക്കണം. അതിലോട്ട് ഒരു 50 ഗ്രാം കാസ്റ്റർ ഷുഗറും 15 ഗ്രാം ലെമൺ ജ്യൂസും ഒന്ന് അരിച്ചെടുക്കുക. ഇത് നല്ലോണം ഇളക്കി ആ ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ഒന്ന് ലെറ്റ് ചെയ്യണം. നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ചൂട് വെള്ളത്തിൻ്റെ മിക്സ്ചർ നേരത്തെ ബ്ലൂം ചെയ്യാൻ വെച്ച ജലാറ്റിനിലോട്ട് ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ജെല്ലി ഉണ്ടാക്കുന്നത്. ലെമൺ ഇട്ടേക്കണ കാരണം കുറച്ചൊരു ലെമണിൻ്റെ ഫ്ലേവറും കിട്ടും. നമ്മുടെ ചീസ് കേക്ക് പുറത്തെടുത്തിട്ട് പതിയെ ആ ഹാർട്ടിൻ്റെ റിങ് ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി, കിവി, ഓറഞ്ചാണ്. വേണമെങ്കിൽ ഒരു ഡിഫറെൻ്റായിട്ട് വേണമെങ്കിൽ കുറച്ച് എഡിബിൾ ഫ്ലവേഴ്സ് വേണമെങ്കിൽ വെക്കാം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായ കുറച്ച് എഡിബിൾ ഫ്ലവേഴ്സും കൂടി ഇതിൻ്റെ മുകളിൽ 2 വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ അത് വെക്കാം. പക്ഷേ ഇത്തിരി എലഗൻറ്റ് ലുക്കിന് ഞാൻ ഫ്രൂട്ട്സും എഡിബിൾ ഫ്ലവേഴ്സും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ജെല്ലിയില്ലേ, ആ ജെല്ലി എടുത്തിട്ട് പതിയെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. സ്പില്ല് ചെയ്ത് പോവാതെ പതിയെ ആ ജെല്ലി ഒന്ന് അതിൻ്റെ മോള് വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ്ചർ വീണ്ടും ഒരു 2 hours തണുപ്പിക്കാൻ വെക്കണം. എന്നാലേ ജെല്ലി സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ ജെല്ലിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഒരു ബൗള് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ റിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട്, കാരണം നമുക്ക് റിങ് റിമൂവ് ചെയ്യണ്ടേ, പതിയെ ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്തിട്ട് റിങ് റിമൂവ് ചെയ്യുക. പതിയെ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒരു ബ്ലോ ടോർച്ച് ഉണ്ടെങ്കിൽ അത് വെച്ച് ചൂടാക്കി കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫ്രീസല്ല ചെയ്തേക്കുന്നത്, റെഫ്രിജറേറ്ററാണ് ചെയ്തേക്കണം. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ റിങ് ഊരിപ്പോരും. അതിൻ്റെ ബോട്ടത്തിൽ നമ്മൾ നല്ല ഹാർഡായിട്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് കൊടുത്തേക്കണം. കാരണം കേക്ക് ബോർഡ് പോലെ തന്നെ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് കാരണം അത് അതിൻ്റെ മുകളിൽ അങ്ങനെ വെക്കുന്നത് കൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. അത് ആ റിങ് അങ്ങോട്ട് ഊരി പോവാം. ധൃതി പിടിക്കരുത്, പതിയെ വേണം റിങ് ഊരാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമ്മൾ അത് ചീത്തയ്ക്ക് കളയും. ഷേപ്പ് അതുപോലെ നിൽക്കാൻ വേണ്ടി പതിയെ ഊരി കൊടുക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ ചീസ് കേക്ക് കാണാൻ? ഇനി ഇതൊന്നും മുറിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടി നമുക്കൊന്ന് അറിയണം. ഓക്കെ, ആ ജെല്ലിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജെല്ലിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പീസ് ഞാനും അപ്പം തന്നെ ഒന്ന് കഴിച്ച് നോക്കി. ഗംഭീരമായിട്ടുണ്ട്. ആ ചീസ് കേക്കൊക്കെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.